നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായിട്ടുള്ള വൈവസ്വതം എന്ന തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അവസാനത്തെ അതായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,441ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടറിനനുസരിച്ച്, അതായത് കൊല്ലവർഷം അനുസരിച്ച് 1201 ചിങ്ങമാസം 3-ാം തീയതിയാണ്. ശകവർഷം വരുന്നത് 1947 ശ്രാവണമാസം 28-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 19-ാം തീയതിയാണ്. കൃഷ്ണപക്ഷമാണ്. തിഥി ഏകാദശി തിഥിയാണ്. 3:32 വരെയുള്ള സമയത്താണ് ഏകാദശി തിഥി വരുന്നത്. കരണം പുലികരണമാണ്. വൈകിട്ട് 4:26 വരെ പുലികരണമാണ്. നിത്യയോഗം വരുന്നത് വജ്രനാമ നിത്യയോഗമാണ്. അത് രാത്രി 8:29 വരെ ഈ നിത്യയോഗമുണ്ട്. ഇന്ന് നാൾ വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. അതും പകൽ മുഴുവനും രാത്രി 1:07 വരെയുള്ള സമയത്ത് തിരുവാതിര നക്ഷത്രമുണ്ട്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെയാണ്. ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:52 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:36:7 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 17 മിനിറ്റ് 15 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. ഏതാനും സെക്കൻഡുകൾ വെച്ച് ദിവസേന ഈ ദിനമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:31 മുതൽക്ക് 5:03 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:27 മുതൽക്ക് 1:59 വരെ ആണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 9:23 മുതൽക്ക് 10:55 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും വർജ്യങ്ങളായിട്ടുള്ള കാലങ്ങളാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്ക് ഇന്ന് ചന്ദ്രൻ 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക, യാത്ര മുതലായിട്ടുള്ളവ ഇന്ന് അവർ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:03 മുതൽക്ക് 12:25 വരെയും തുടർന്ന് 12:29 മുതൽക്ക് 12:51 വരെയുമാണ്. ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം. മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ആണെങ്കിൽ പോലും. ഇന്ന് നക്ഷത്രം വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഇതൊരു അനുകൂല നക്ഷത്രമല്ല. യുദ്ധകാര്യങ്ങൾ, ബന്ധനം, ശത്രുദമനം, വിഷാഗ്നി ശസ്ത്രക്രിയകൾ, ഉച്ചാടനം മുതലായിട്ടുള്ളവ ഒക്കെയാണ് ഇന്ന് വിധിച്ചിട്ടുള്ളത്. വിദ്യാരംഭത്തിനും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഇന്ന് തിഥി വരുന്നത് ഏകാദശി തിഥിയാണ്. വ്രതബന്ധനത്തിന്, അതുപോലെ വിവാഹം, യുദ്ധകാര്യങ്ങൾ, ശില്പം, ഗമാഗമം, പുതിയ നൂതന ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.